ആക്ച്വലി ജോയിച്ചേട്ടനെ സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്ത സമയത്ത് ആക്ടർ റൈറ്റർ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ മലയാളികൾക്ക് അറിയാം ജോയിച്ചേട്ടൻ ഒരു സകല കലാ വല്ലഭൻ തന്നെയാണ്. ആൻഡ് ഈ റെട്രോ മൂവിയിലും ചുമ്മാ എന്നൊക്കെ പറയും അത്ര എളിമ മാത്രമാണ്, പക്ഷെ നമുക്ക് സത്യാവസ്ഥ അറിയാം. റെട്രോ മൂവിയിൽ ജോയിച്ചേട്ടൻ ആക്ച്വലി പാടിയിട്ടുണ്ട്, റൈറ്റ്? പാട്ട് അല്ലേ? ഇല്ലില്ല, അതിലെ പാട്ട് ഞാൻ ചെന്നൈയിലൊരു പാടി. അല്ല, ആക്ച്വലി നമ്മള് ഇൻട്രോ കൊടുത്തപ്പോ തന്നെ ആക്ടർ റൈറ്റർ പ്രൊഡ്യൂസറുടെ കൂടെ സിംഗർ എന്ന് കൂടി ഞാൻ വടിവത്ത അക്ഷരത്തിൽ പറഞ്ഞു. അപ്പൊ ജോർജ് ചേട്ടൻ സ്റ്റേജിലൂടെ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ജോർജ് ചേട്ടൻ ഒരു പാട്ട് പാടാതെ പോകുന്നത് വളരെ മോശമാവും. സോ നമ്മൾ തിരുവനന്തപുരത്തുകാർക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പ്ലീസ് നമ്മളൊന്ന് റിക്വസ്റ്റ് ചെയ്യാം. ജോർജ് ചേട്ടാ ഒരു പാട്ട് പാടാവോ? നിങ്ങൾ നല്ലൊരു കൈഡി കൊടുത്തു കഴിഞ്ഞാൽ ചേട്ടൻ പാടും. പാടണം, പാടണം, പാടട്ടെ. ഫുൾ സപ്പോർട്ട്, കട്ട സപ്പോർട്ട്. ഇത് റെട്രോയിലെ ഒരു പാട്ടാണ്. ഞാൻ അതിഗംഭീര പാട്ടാണ്, പക്ഷെ ഞാൻ അതിന്റെ 2 ലൈൻ വെറുതെ പാടും. നിങ്ങൾ കൂടെ പാടണം കേട്ടോ. നമുക്ക് നമ്മളുടെ സന്തോഷം സ്നേഹം സൂര്യ സാറിനോട് ഈ പാട്ടിലൂടെ കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ എന്റെ കൂടെ നിങ്ങളും, ഞാൻ മാത്രമല്ല പാടുന്നത്, നമ്മൾ എല്ലാവരും കൂടി പാടാം. കണ്ണാലെ എൻ കണ്ണോട് മോതും കണ്ണാടി പൂവേ നീ താണ്ടി എന്നു ഉന്നോട് നാ ഒന്നാക വേണോ അടിയനാടി നീ അഴകിയേ നടി കള്ളാടുതേ കാൽ പോകാതടി നീ വിട്ടാലുമേ. പറ്റണില്ല, ഞാൻ എക്സൈറ്റഡ് മറന്നുപോയി. ഇതൊക്കെ നന്നായി പാടണമെന്നുണ്ടായിരുന്നു. സോറി. നമ്മൾ കൊടുക്കുന്ന സ്നേഹത്തിൽ ആക്ച്വലി ചേട്ടനോ വരികൾ ചെറുതായിട്ടൊന്ന് മറന്നുപോയതാണ്. ഒരിക്കൽ കൂടെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമോ? നമ്മൾ കുറച്ചുകൂടെ ഒരു പ്രോത്സാഹനം കൊടുക്കുകയാണെങ്കിൽ യെസ്, നമ്മൾ ആ ഒരു സ്നേഹം, ഒരു റൗണ്ട് ഓഫ് അപ്ലോസ് ഗയ്സ് ഫോർ ദ ആക്ടർ ജോജോ ജോർജ്. നമ്മൾ കൊടുക്കേണ്ട പ്രോത്സാഹനം കൊടുത്താൽ അതിന്റെ അർത്ഥം പാടി ശരിയാക്കിയിട്ട് നീ ഇവിടുന്ന് പോയാ മതി എന്നാണ്. മനസ്സിലായി? ഹലോ, ഒരു സെക്കൻഡ് കേട്ടോ, ഇതിന്റെ വരി നിർത്തോട്ടെ. നമ്മൾ ശരിക്കും ആർക്ക് വേണ്ടിയിട്ട് സ്റ്റേജിൽ വെയിറ്റ് ചെയ്യണമെന്ന് വി ഓൾ നോ. ആ ഒരു നിമിഷം തീർച്ചയായിട്ടും കുറച്ച് സമയത്തിനുള്ളിൽ ഇവിടെ എത്തേണ്ടതാണ്. ആൻഡ് വൺ ഹംബിൾ റിക്വസ്റ്റ്, നമ്മൾ ഇവിടെ പാട്ട് പാടുന്ന സമയത്ത് ഒരു വലിയ കൈയ്യടി കൂടി ആ താളത്തിനൊത്ത് കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടെ ഗംഭീരമായിരിക്കും കേട്ടോ ഈ ഒരു. താങ്ക് യു. യെസ്, സൂര്യ സാറിന്റെ കൂടെ ജോർജ് ചേട്ടൻ ലാസ്റ്റ് പാടുന്നതായിരിക്കും. യെസ്.